വിശദമായ വാർത്തകളിലേക്ക്. കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദീപിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം റദ്ദാക്കി. അലോക് വർമ്മ രണ്ടാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദീപിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. അലോക് വർമ്മ പുറത്തായതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനെന്നും ആരോപണം. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, അലോക് വർമ്മയെ നീക്കുന്നതിലൂടെ ധാരാളം അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്? ഇപ്പോൾ കൽക്കരി അഴിമതി കേസിൽ ഉൾപ്പെടുന്ന ഈ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതും കുൽദീപിനെ സംരക്ഷിക്കാനുള്ള ഈ നീക്കവും ഇത്തരത്തിൽ തന്നെയല്ലേ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? വിശദാംശങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റീന, അങ്ങനെ തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. പ്രധാനമായി തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, റഫാൽ വിഷയത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി അലോക് കുമാർ വർമ്മ പോകുന്നു, റഫാൽ വിഷയത്തിൽ CBI രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, CBI FIR രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി അടക്കം തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ആദ്യഘട്ടത്തിൽ 77 ദിവസം അവധിയിൽ പ്രവേശിപ്പിച്ചെന്നുള്ള വാർത്തകളും അതിൻ്റെതായ ആരോപണങ്ങളുമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പട്ടിക പ്രകാരം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറക്കിയ ഉത്തരവുകളെല്ലാം തന്നെ നാഗേശ്വർ റാവു ഇടക്കാല ഡയറക്ടറെ മാറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന്. അതിന്റെ പൂർണ്ണ പട്ടിക നോക്കുമ്പോൾ തന്നെ കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഭാസ്കർ കുൽദീപിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം ഉത്തരവിട്ടിരുന്നു അദ്ദേഹം. ആ ഉത്തരവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാഗേശ്വർ റാവു റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. 77 ദിവസത്തെ നിർബന്ധപൂർവ്വമുള്ള അവധിക്ക് ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം തിരിച്ച് ജോയിൻ ചെയ്തത്. തിരിച്ച് അലോക് കുമാർ വർമ്മ ജോയിൻ ചെയ്തതിനു ശേഷം 48 മണിക്കൂർ തികയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഉന്നതാധികാര സമിതി യോഗം ചേരുമ്പോൾ തന്നെ പ്രധാനമന്ത്രി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നതെന്ന് ശരിയായ വസ്തുത തന്നെ. സുപ്രീം കോടതി പറഞ്ഞിരുന്നു 7 ദിവസത്തിനുള്ളിൽ ഉന്നതാധികാര സമിതി യോഗം ചേരണം, എന്നിട്ട് അവിടെ വെച്ച് തന്നെ CBCയുടെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളെല്ലാം തന്നെ തീരുമാനമെടുക്കാം എന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവം വന്ന് അടുത്ത ദിവസം തന്നെ യോഗം ചേരുന്നു. അന്ന് രാത്രി ചേർന്ന യോഗം 8 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതി വെച്ചാണ് യോഗം ചേരുന്നത്. അതിൽ തന്നെ ഒരു തീരുമാനമാവാതെ യോഗം പിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം അടുത്ത ദിവസം വൈകുന്നേരം 4:40 കൂടി യോഗം രാത്രി 7 മണിയോട് കൂടി തന്നെ അവസാനിക്കുന്നത്. ആ അവസാനിച്ചപ്പോഴാണ് നിലവിൽ ഉന്നതാധികാര സമിതി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അലോക് കുമാർ വർമ്മയെ CBIയുടെ തലപ്പത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഫയർ സർവീസ് അതുപോലെ തന്നെ ഹോം ഗാർഡ്സ് ഡിപ്പാർട്ട്മെന്റ് DG ആയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. പക്ഷെ ആ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തില്ല. അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ രാവിലെ രാജിക്ക് മുമ്പായി തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ CBIയുടെ വിശ്വാസത്തെ തകർന്നിരിക്കുന്നു, CBIയുടെ വിശ്വാസം തകരാതിരിക്കാനുള്ള ഇടപെടലുകളാണ് താൻ നടത്തിയത്. എന്തായാലും ബാഹ്യമായ പുറത്തുള്ള ഇടപെടൽ എന്തായാലും CBIക്ക് അകത്തുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒരു വസ്തു പ്രകാരം നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത, ഒരു ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത പല കാര്യങ്ങളും CBI ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അലോക് കുമാർ വർമ്മ ഇന്നലെ രംഗത്ത് വന്നത്. തുടർന്ന് അതിനുശേഷം ഉച്ചയോട് കൂടി തന്നെ അദ്ദേഹം രാജിവെക്കുന്നു. അത് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികപൂർവ്വം തന്നെ അറിയിക്കുന്ന ഘട്ടവും ഉണ്ടാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 77 ദിവസത്തെ അവധിക്ക് ശേഷം സുപ്രീം കോടതി വിധിയുടെ മാനദണ്ഡത്തിൽ അദ്ദേഹം തിരിച്ച് അധികാരത്തിൽ കയറിയപ്പോൾ, തിരിച്ച് ഔദ്യോഗിക പദവിയിൽ എത്തിയപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഉത്തരവുകളായിരുന്നു 13 പേരെ ഇവിടുന്ന് സ്ഥലം മാറ്റിയിരുന്നു. രാകേഷ് അസ്താനിക്കെതിരെ അന്വേഷണം നടത്തിയ AK ബസി അടക്കമുള്ളവരെ സ്ഥലം മാറ്റിയിരുന്നു. ആന്തമാനിലേക്ക് മാറ്റിയ ബസി അടക്കം തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന ഉന്നതാധികാര സമിതി യോഗം നടക്കുന്ന സമയം യോഗം തുടങ്ങിയപ്പോൾ തൊട്ട് 1 മണിക്കൂറിനപ്പുറം തന്നെ 5 പേരെ ഇവിടുന്ന് സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം ശരിയായ രീതിയിൽ തന്നെ CBI മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൽക്കരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വേണ്ടി അദ്ദേഹം ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഉത്തരവ് റദ്ദായിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ നടപടി സ്വീകരിക്കുന്നു. ഇതിൽ തന്നെ നാഗേശ്വർ റാവു ശരിക്ക് തന്നെ വ്യക്തമായി തന്നെ പല വ്യക്തികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നരേന്ദ്രമോദിയുമായി നല്ല വ്യക്തമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെ രാകേഷ് അസ്താനുമായി ബന്ധപ്പെട്ട് IRCTC കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നരേന്ദ്രമോദിയെ വളരെ വലിയ രീതിയിൽ സഹായിച്ചൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ CBIയുടെ തലപ്പത്ത് വലിയ രീതിയിലുള്ള ബാഹ്യമായ ഇടപെടലുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിവെക്കുകയാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ആരോപണം റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CBI ഡയറക്ടർ അലോക് വർമ്മയെ ഇത്ര തിടുക്കത്തിൽ മാറ്റിയെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള IAS ഉദ്യോഗസ്ഥനെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയും അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള നടപടിക്കെതിരെ അതിൽ ഒരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും
ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര തിടുക്കത്തിൽ അയാളെ മാറ്റിയതുള്ള ആരോപണം കൂടി ഇപ്പോൾ ശക്തമാവുകയാണ്. കോൺഗ്രസ് ആദ്യം തൊട്ടേ ഇതിൽ വ്യക്തമായി തന്നെ ഒരു ആരോപണം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. വ്യക്തമായി തന്നെയുള്ള ഗൂഢലക്ഷ്യങ്ങളും നിഗൂഢതയും ഈ വിഷയത്തിലുണ്ട്, അലോക് കുമാർ വർമ്മയെ മാറ്റിയ വിഷയത്തിലുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഇത്രയും കാലം പറഞ്ഞത് ആരോപണം എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇനി അതിനെ ആരോപണം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അതിൽ പല വസ്തുതകളും ഉണ്ടെന്നാണ് ഇപ്പോൾ പല വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ക്രിസ്റ്റീന. ഹരീഷ്, അതോടൊപ്പം തന്നെ നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം. ഓരോ തവണയും അഴിമതിക്കെതിരെ നീക്കം അല്ലെങ്കിൽ അഴിമതി തടയാൻ അലോക് കുമാർ വർമ്മ ശ്രമിച്ചപ്പോഴെല്ലാം തിടുക്കത്തിൽ തന്നെയായിരുന്നു മോദി സർക്കാർ അദ്ദേഹത്തിനെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിനെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് അടക്കം AK പട്നായിക് അടക്കം പറഞ്ഞു മോദി സർക്കാരിന്റെ ഈ ഒരു തിടുക്കം അത് വേണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇത്ര തിടുക്കത്തിൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അസ്താനയുടെ പരാതിയിൽ യാതൊരു തരത്തിലുമുള്ള കഴമ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്ന ഈ ഒരു നീക്കത്തെ എത്രത്തോളം ശക്തമായ ആയുധമായിട്ടാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത്? അതോടൊപ്പം തന്നെ അലോക് കുമാർ വർമ്മയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും മോദി സർക്കാരിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കാൻ ഉതകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഉണ്ടാകും, അദ്ദേഹം തെളിവ് പുറത്തുവിടുമെന്ന് തന്നെയല്ലേ അവരും കരുതുന്നത്? തീർച്ചയായും തന്നെ അലോക് കുമാർ വർമ്മയെ വളരെ വലിയ രീതിയിൽ തന്നെ മോദി സർക്കാരും NDA സർക്കാരും ഭയക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത്. കാരണം അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ ജനുവരി 31 ഇന്നലെയാണ് രാജിവെച്ച സമയം വെച്ച് നോക്കുമ്പോൾ 20 ദിവസം മാത്രമേ ഉള്ളൂ. ആ 20 ദിവസം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അനുവദിച്ചില്ല? അല്ലെങ്കിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ വാദിച്ചത്. പക്ഷേ അങ്ങനെ എത്ര വലിയ ആരോപണം ഉണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ AK പട്നായിക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. AK പട്നായിക്കിനായിരുന്നു CBC അന്വേഷണ കമ്മിറ്റിയുടെ മേൽനോട്ട ചുമതല AK പട്നായിക്കാണ്. ആ AK പട്നായിക് തന്നെ ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ആരോപണങ്ങളിൽ തന്നെ പലതിനും വ്യക്തമായ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യം. അതിൽ തന്നെ അന്വേഷണം നടത്തിയ ശേഷം അത് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അലോക് കുമാർ വർമ്മയ്ക്കെതിരെ ഇത്ര 10ഓളം ആരോപണങ്ങൾ ഉണ്ടെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒന്നിൽ പോലും അദ്ദേഹം അഴിമതി കാണിച്ചു അല്ലെങ്കിൽ പണം കൈപ്പറ്റി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര സർക്കാരിനോ CBCക്ക് റിപ്പോർട്ടിനോ സാധിച്ചിട്ടില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ AK പട്നായിക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇത്ര തിടുക്കത്തിൽ അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നാണ് പറയുന്നത്. കാരണം സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഉന്നതാധികാര സമിതി യോഗം ചേരണമെന്ന് മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗത്തിന് തീരുമാനിക്കാമെന്ന നിഗമനത്തിലാണ് സുപ്രീം കോടതി എത്തിയത്. പക്ഷേ ആ യോഗം ചേർന്ന ശേഷം തന്നെ അലോക് കുമാർ ശാന്തത തുടരുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അതീവ ശ്രമം നടത്തി മോദി സർക്കാരും. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്. ഉത്തർപ്രദേശിൽ മഹാസഖ്യ പ്രഖ്യാപനം അല്പസമയത്തിനകം. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള സഖ്യമായിരിക്കും BSP SP നേതാക്കൾ പ്രഖ്യാപിക്കുക. SPയും BSPയും 37 സീറ്റുകളിൽ വീതവും RLD 2 സീറ്റിലും മത്സരിച്ചേക്കും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടക കക്ഷികളെ ഒപ്പം ചേർക്കാനുള്ള പ്രഖ്യാപനവും മായാവതിയും അഖിലേഷ് യാദവും നടത്തിയേക്കും. സഖ്യം വരുന്നതോടെ തനിച്ച് മത്സരിക്കുന്ന സാധ്യതകൾ കോൺഗ്രസ് തേടും. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, നമുക്കറിയാം ചിരവൈരികളാണ് ഇപ്പോൾ കൈകോർക്കുന്നത്. BSPയും SPയും ഒരുമിക്കുമ്പോൾ കോൺഗ്രസ് പടിക്ക് പുറത്ത് തന്നെയാണ്. തീർച്ചയായും രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഉത്തർപ്രദേശിന്റെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഈ ഒരു സഖ്യം ഏത് തരത്തിൽ വിലയിരുത്താം? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, എന്തായാലും ഇപ്പോൾ നിർണായകമായ വാർത്താ സമ്മേളനം ലക്നൌവിൽ ആരംഭിച്ചിരിക്കുകയാണ്. ലക്നൌവിലെ താജ് ഹോട്ടലിൽ മായാവതിയും അഖിലേഷും സംയുക്തമായാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ കാണുന്നത്. വൻ മാധ്യമ പടയും അവിടെ എത്തിയിട്ടുണ്ട്. കാരണം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സഖ്യത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ആകാൻ പോകുന്നത്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മായാവതിയും അഖിലേഷും സംയുക്തമായി മത്സരിച്ചപ്പോഴൊക്കെ BJP വലിയ പരാജയപ്പെട്ടിരുന്നു. 80 ലോക്സഭാ സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്. അതിൽ 71 സീറ്റ് കഴിഞ്ഞ തവണ BJP കിട്ടിയിരുന്നു. പക്ഷെ അഖിലേഷും മായാവതിയും ഒന്നിക്കുകയാണെങ്കിൽ അത്തരമൊരു തിളക്കമാർന്ന വിജയം നേടാൻ BJP കഴിയില്ല. സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ ഭാവി വീണ്ടും കേന്ദ്രത്തിൽ ഭരണമെത്തുന്നത് ഇരുളടയും. അതിനുകൂടിയുള്ള അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി ചൂണ്ടുപലകയാകുന്ന ഒരു സഖ്യ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ മായാവതി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. മായാവതി നേരത്തെ മുതൽ തന്നെ BJPയുടെ ഉത്തർപ്രദേശിലെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ശക്തമായ എതിർപ്പുകൾ ഉയർത്തുകയും BJPക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത നേതാവാണ്. മായാവതിയുടെ കൂടി ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് സമാജ്വാദിയിൽ പ്രത്യേകിച്ച് അഖിലേഷ് വിഭാഗവുമായി
ഒരു ബന്ധം സ്ഥാപിക്കാനും ഇത്തരമൊരു സഖ്യ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ എത്ര സീറ്റുകളിൽ അവർ മത്സരിക്കും എന്ന പ്രഖ്യാപനം ഇതുവരെ മായാവതി നടത്തിയിട്ടില്ല. പക്ഷെ ഇതുവരെ ലഭിച്ചിരിക്കുന്ന സൂചനകൾ പ്രകാരം 37 സീറ്റുകൾ വീതം ഇരുവരും മത്സരിക്കും. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്കാണ് വിട്ടു നൽകുക. അത് ഘടകകക്ഷികൾ ആരൊക്കെ ആയിരിക്കും ഈ സഖ്യത്തിനൊപ്പമുള്ളത് എന്നെ സംബന്ധിച്ചൊന്നും ഇതുവരെ വ്യക്തമാക്കില്ല. അതേസമയം ഇന്നലെ ഒരു സ്വകാര്യ ചാനലിന് അഖിലേഷ് യാദവ് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിന് 2 സീറ്റ് നൽകും എന്ന് പറഞ്ഞിരുന്നു. കാരണം UP-ൽ അമേഠിയും റായ്ബേലിയും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളാണ്, അവിടെ സിറ്റിംഗ് സീറ്റുകളാണ്, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും. ആ 2 സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകിയിട്ട് ബാക്കിയുള്ളതിൽ ഇരുവരും സഖ്യമായും ബാക്കി ഘടകകക്ഷികൾ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോൾ സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നൊന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിൽ കാണാനുള്ള ഒരു സാധ്യത കുറവാണ്. സഖ്യമായി മത്സരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സീറ്റ് ധാരണയെ കുറിച്ചുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും മായാവതി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം അഖിലേഷ് യാദവും വേദിയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി നിശ്ചയിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അഖിലേഷ് യാദവും മായാവതിയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുന്നു. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷ് സർലിംഗാണ്. തീർച്ചയായും വളരെ നിർണായകമാകുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയാണ്. PSPയും SP-യും കൈകോർക്കുമ്പോഴും കോൺഗ്രസ് പടിക്ക് പുറത്തു തന്നെയാണ്. ഇത് എത്രത്തോളം ഏത് തരത്തിൽ നിലവിലെ സാഹചര്യത്തെ ബാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഉത്തേജനം ഈ ഒരു മഹാസഖ്യത്തിനുണ്ടാവും എന്നതെല്ലാം വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. തീർച്ചയായും ഇവർ BSPയും SP-യും കൈകോർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ സജീവമായി തന്നെ നടത്തിയതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടക്കുന്നത്. ചിരവൈരികളായ BSPയും SP-യും ആണ് ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. അപ്പോഴും കോൺഗ്രസ് പടിക്ക് പുറത്തു തന്നെയാണ്. ഇപ്പോൾ BSP-SP സഖ്യപ്രഖ്യാപനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നടക്കുന്നത് SP അധ്യക്ഷൻ അഖിലേഷ് യാദവും BSP അധ്യക്ഷ മായാവതിയും ഒന്നിച്ച് ഈ സഖ്യപ്രഖ്യാപനം BSP-SP-യുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ. ഉത്തർപ്രദേശിൽ മഹാസഖ്യ പ്രഖ്യാപനം ഇപ്പോൾ നടക്കുകയാണ്. സംയുക്ത വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ഒരു സഖ്യമാണ് BSPയും SP നേതാക്കളും പ്രഖ്യാപിക്കുക. SP-യും BSPയും 37 സീറ്റുകളിൽ വീതവും RLD 2 സീറ്റിലും മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളെയും ഒപ്പം ചേർക്കാനുള്ള പ്രഖ്യാപനവും മായാവതിയും അഖിലേഷ് യാദവും നടത്തിയേക്കും. സഖ്യം വരുന്നതോടെ തനിച്ച് മത്സരിക്കാനുള്ള സാധ്യതകളാവും കോൺഗ്രസ് ആരായുക. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. തീർച്ചയായും ഉത്തർപ്രദേശിന്റെ ഒരു രാഷ്ട്രീയത്തിൽ നിർണായകമായി മയക്കാവുന്ന ഒരു മഹാസഖ്യ പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാൻ ഇടയുള്ളത്. തീർച്ചയായും ചിരവൈരികളായ BSPയും SP-യും അഖിലേഷ് യാദവിന്റെയും അതോടൊപ്പം തന്നെ മായാവതിയുടെയും പാർട്ടികൾ ഒന്നിക്കുമ്പോൾ അത് ഏത് തരത്തിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഫലനം ചെലുത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. मजदूर, किसान, बेरोजगार व व्यापारी आदि विरोधी नीतियों तथा इनके अहंकारी एवं तानाशाही वाले रवैये से अत्यंत ही परेशान व दुखी हैं। तो ऐसे हालातों में एक बार फिर से BSP व सपा ने व्यापक जनहित व देश हित को ध्यान में रखकर खासकर उत्तर प्रदेश में एकजुट होने की काफी जरूरत महसूस की है और इस संबंध में सर्व समाज की आम जन भावनाओं का पूरा कदर करते हुए तथा इनको पूरा आदर सम्मान देते हुए देश में लोकसभा के शीघ्र ही होने वाले आम चुनाव में पूरे जन संतोष वाला चुनावी गठबंधन करके ये चुनाव लड़ने का फैसला किया है और जिसकी आज ही घोषणा भी कर दी जाएगी, जो निश्चित तौर पर ये इस नए वर्ष सन 2019 में एक प्रकार से नए राजनीतिक क्रांति का संदेश ही माना जाएगा तथा जो देश के संविधान को उसके सही व असली जनहितैषी एवं कल्याणकारी मार्ग पर चलने का रास्ता ही मुकर्रर करेगा। और ऐसे में अब BSP व सपा के बने इस गठबंधन से समाज व देश को बहुत उम्मीदें भी
जग गई है, क्योंकि यह चुनाव जीतने के लिए केवल दो पार्टियों का ही एकजुट होना मात्र नहीं है, बल्कि ये समाज के अधिकांश आबादी का प्रतिनिधित्व करने वाले सर्व समाज के, खासकर गरीबों, मजदूरों, किसानों, छोटे व मझोले व्यापारियों, युवाओं, बेरोजगारों, महिलाओं व अन्य मेहनत का आम जनता के साथ साथ दलितों, शोषितों, पिछड़ों, मुस्लिम व अन्य धार्मिक अल्पसंख्यकों के हितों की रक्षा एवं इनका प्रतिनिधित्व करने वाली एक शक्ति भी है, जो आगे चलकर देश के बेहतर कल को बनाने वाली सामाजिक परिवर्तन एवं आर्थिक मुक्ति के मिशनरी लक्ष्य की प्राप्ति का एक खास सामाजिक एवं आर्थिक क्रांति का आंदोलन भी बन सकता है। इसके साथ ही वैसे आपको ये भी मालूम है कि देश में पिछले लोकसभा और उसके बाद उत्तर प्रदेश में विधानसभा के हुए आम चुनाव में भी बीजेपी ने जिस प्रकार से केंद्र व उत्तर प्रदेश में यहाँ बेईमानी से अपनी सरकार बनाई है और जिनकी गलत नीतियों व गलत कार्य प्रणाली आदि से जनता आज बहुत ज्यादा दुखी है, जिसे अति गंभीरता से लेते हुए फिर ऐसी जन विरोधी पार्टी को आगे सत्ता में आने से रोकने के लिए हमने पहले ही यहाँ उत्तर प्रदेश में कुछ लोकसभा व विधानसभा की सीटों पर हुए उपचुनाव में इनके अधिकांश उम्मीदवारों को हरा के इसकी शुरुआत भी कर दी है। जबकि इन चुनावों में कांग्रेस पार्टी के उम्मीदवारों की तो जमानत ही जब्त हो गई थी और फिर इसके बाद से पूरे देश में यह आम चर्चा शुरू हो गई कि उत्तर प्रदेश में 80 लोकसभा की सीटें हैं और यदि बीएसपी व सपा यहां गठबंधन करके लोकसभा का आम चुनाव लड़ते हैं तो फिर इस बार केंद्र में बीजेपी को सत्ता में आने से जरूर रोका जा सकता है। और वैसे भी इनके चुनावी वायदा खिलाफी, कुशासन व गलत नीतियों एवं जातिवादी, संकीर्ण, द्वेषपूर्ण, सांप्रदायिक व पूंजीवादी तथा अहंकारी व तानाशाही वाले रवैये एवं कार्य प्रणाली से अब पूरे देश में गरीब, मजदूर, किसान, व्यापारी वे अन्य मेहनतकश लोगों के साथ साथ खासकर दलित, आदिवासी, पिछड़ा वर्ग, मुस्लिम वे अन्य धार्मिक अल्पसंख्यक समाज के भी लोग अपनी विभिन्न समस्याओं को लेकर अभी तक भी हमें काफी ज्यादा दुखी व चिंतित ही नजर आते हैं। इसके साथ ही इनके बिना पूरी तैयारी के विशेषकर नोटबंदी व जीएसटी के लिए गए फैसले से तो इनकी कमर और भी ज्यादा तोड़कर रख दी गई है, जिन्हें खास ध्यान में रखकर ही वह इन लोगों के हितों को प्राथमिकता देते हुए अर्थात इनके हितों में लखनऊ गेस्ट हाउस कांड को भी किनारे करके फिर हमने आबादी व लोकसभा की सीटों के हिसाब से भी देश के सबसे बड़े प्रदेश उत्तर प्रदेश में यहाँ लोकसभा का आम चुनाव गठबंधन करके लड़ने का ही फैसला लिया है, ताकि इस बार बीजेपी एंड कंपनी के लोगों को किसी भी कीमत पर केंद्र की सत्ता में आने से या विशेषकर उत्तर प्रदेश से ही रोका जा सके। और वैसे भी हमें ये पूरा भरोसा है कि जिस प्रकार से हमने अर्थात बीएसपी व सपा ने मिलकर अभी तक यहाँ लोकसभा व विधानसभा के हुए सभी उपचुनावों में बीजेपी के अधिकांश उम्मीदवारों को बुरी तरह से हराया है, तो फिर ये बीएसपी व सपा का बना गठबंधन देश में जल्दी ही होने वाले लोकसभा आम चुनाव में भी खासकर यहाँ उत्तर प्रदेश से बीजेपी के उम्मीदवारों को अब किसी भी कीमत पर कामयाब नहीं होने देगा, जिसकी हमें पूरी उम्मीद भी है। लेकिन अब यहाँ आप लोग हमसे ये भी जरूर जानना चाहेंगे कि हमने इस बने गठबंधन में कांग्रेस पार्टी को शामिल क्यों नहीं किया है।
मैं जरूरी बातें आप लोगों के सामने रखना चाहूंगी ताकि आपको सवाल पूछने के लिए कोई तकलीफ ना उठानी पड़े। लेकिन अब यहाँ आप लोग हमसे ये भी जरूर जानना चाहेंगे कि हमने इस बने गठबंधन में कांग्रेस पार्टी को शामिल क्यों नहीं किया है, जबकि इस संबंध में आप लोगों को भी ये मालूम है कि आजादी के बाद काफी लंबी अवधि तक केंद्र व उत्तर प्रदेश सहित देश के अधिकांश राज्यों में भी ज्यादातर यहाँ कांग्रेस पार्टी ने ही एक सत्र राज किया है, जिसमें विशेषकर कमजोर वर्गों के साथ साथ गरीब, मजदूर, किसान, व्यापारी एवं अन्य विभिन्न क्षेत्रों में लगे मेहनतकश लोग आदि ये सभी काफी ज्यादा परेशान रहे हैं। और इनके शासनकाल में देश में गरीबी, बेरोजगारी व भ्रष्टाचार आदि भी काफी ज्यादा बढ़ा है, जिसकी वजह से ही फिर यहाँ बीएसपी व सपा सहित अनेकों और भी राजनीतिक पार्टियों का गठन हुआ ताकि इन लोगों को इस पार्टी के कुशासन व मनमानी वाले राज से कुछ हद तक मुक्ति मिल सके। ऐसी स्थिति में केंद्र व राज्यों में चाहे सत्ता यहाँ कांग्रेस पार्टी या बीजेपी एंड कंपनी के लोगों के हाथों में आए तो भी बात एक ही है, अर्थात इन सबकी नीतियां, सोच व कार्यशैली आदि अभी तक भी हमें लगभग एक जैसी अधिकांश नजर आती है। जैसे देश में रक्षा सौदों की खरीद फरोख्त के मामलों में इन दोनों ही पार्टियों की सरकारों में जबरदस्त घोटाले हुए हैं, ये बात भी किसी से छिपी हुई नहीं है, जिसकी खास वजह से ही पहले कांग्रेस पार्टी को बोफोर्स मामले में अपनी केंद्र की सरकार गंवानी पड़ी थी और अब देश में जल्दी ही लोकसभा के होने वाले आम चुनाव में बीजेपी को भी खासकर राफेल मामले में हुए घोटाले को लेकर अपनी केंद्र की सरकार जरूर गंवानी पड़ेगी, ऐसी देश में काफी आम चर्चा भी है। इसी प्रकार वर्तमान केंद्र की भाजपा सरकार का राज विशेषकर अपने विरोधियों को कमजोर करने के लिए उनके उत्पीड़न करने के मामले में हमें पूर्व में कांग्रेस पार्टी के रहे राज में सन 1975 में लगी इमरजेंसी से भी अब कोई कम नजर नहीं आता है। अर्थात फर्क केवल इतना ही है कि इस मामले में कांग्रेस पार्टी के राज में उस समय घोषित इमरजेंसी थी और अब बीजेपी के राज में अघोषित इमरजेंसी लगी हुई है, जिसके असंख्य उदाहरण आप लोगों के सामने हैं। और इसके लिए अब ये लोग अपनी सरकारी मशीनरी का जबरदस्त दुरुपयोग करके वे जनता में अपने प्रभावशाली विरोधियों से घबराकर उनके विरुद्ध जबरदस्ती के काफी वर्षों पुराने गड़े मुर्दे उखाड़ने में लगे हैं, जिससे अब इनको देश में शीघ्र ही लोकसभा के होने वाले आम चुनाव में सन 1977 की तरह ही काफी भारी नुकसान भी होने वाला है। इसके साथ ही गठबंधन को लेकर कांग्रेस ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബിഎസ്പിയും എസ്പിയും ഒന്നിച്ച് നേരിടും. അഖിലേഷ് യാദവും മായാവതിയും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിന് തന്നെ നിർണായക ഗതി മാറ്റുന്ന ഒരു മഹാസഖ്യപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. ഇനി ബിജെപിയുടെ ഉറക്കം കെടുത്തുന്ന ദിനങ്ങളായിരിക്കുമെന്നും ഒരു വിപ്ലവം തന്നെയായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നും മായാവതി വ്യക്തമാക്കി. ബിഎസ്പി അധ്യക്ഷ അതിനോടൊപ്പം തന്നെ ഇനിയുള്ള ബിജെപിയുടെ വിഷലിപ്തമായ ഭരണത്തിന് ഒരു തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന് ജ്യോതി ലബോറട്ടറി സ്നേഹോപകാരമായി പുതിയ ആംബുലൻസ് നൽകി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ആംബുലൻസ് കൈമാറി. പ്രളയക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ച ആംബുലൻസിന് പകരമായാണ് പുതിയ വാഹനം നൽകിയത്. താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജ്യോതി ലബോറട്ടറീസ് ജോയിന്റ് MD ഉല്ലാസ് കമത്ത് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ഗഫൂർ തളിക്കുളം താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരക കെയർ ആൻഡ് ഷെയർ ആണ് പാവപ്പെട്ടവർക്ക് ആംബുലൻസ് സഹായം നൽകുന്നത്. മഹാപ്രളയത്തിനു ശേഷം കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ വീണ്ടും കൊയ്ത്തുപാട്ട് ഉയർന്നു. 6 മാസം മുൻപ് വരെ വെള്ളം കയറി ജനജീവിതം പോലും സാധ്യമാകാതെ കിടന്ന പാടശേഖരങ്ങളിൽ നിന്നാണ് കർഷക തൊഴിലാളികൾ വിളവെടുപ്പ് തുടങ്ങിയത്. 30,000 ഹെക്ടറിലാണ് ഇത്തവണ കുട്ടനാട്ടിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കേരളം കണ്ട മഹാപ്രളയത്തെ മനക്കരുത്തുകൊണ്ട് മാത്രം നേരിട്ടാണ് കുട്ടനാട്ടിലെ കർഷകർ പൊന്നു വിളയിച്ചിരിക്കുന്നത്.
3 മാസം മുൻപ് വരെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആശങ്കയിലായിരുന്നു കുട്ടനാട്ടിലെ കർഷകർ. എന്നാൽ സർക്കാർ നൽകിയ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ് മികച്ച രീതിയിലുള്ള ഈ വിളവ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമുള്ള പുഞ്ചകൃഷിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വളരെ നല്ല വിളവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ 5 ടൺ ആണ് ഒരു ഹെക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും ഇപ്രാവശ്യം 6 ടണ്ണെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ എല്ലാ ആൾക്കാരും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷിക്കാരാണെങ്കിലും കർഷകരാണെങ്കിലും എല്ലാവരും, ഞാൻ ഇതിനു മുമ്പ് ഈ നെൽകൃഷിയോ മറ്റു കൃഷികളോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനാവും ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്തത്. ഒരു നഷ്ടവും ഇല്ല, നല്ല വിളവാണെന്ന് എല്ലാ ആൾക്കാരും പറയുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. 30,000 ഹെക്ടർ പ്രദേശത്താണ് ഇത്തവണ കൃഷി ഇറക്കിയത്. 630 തരിശു നിലം പോലും പ്രളയത്തിന് ശേഷം കൃഷിയോഗ്യമാക്കി എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 70,000 ഹെക്ടർ ഇത്തവണ അധികമായി കൃഷി ഇറക്കി. അതുകൊണ്ട് തന്നെ ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിളവ് കേരളത്തിന് ലഭിക്കും. 15 കോടിയിലധികം രൂപയുടെ വിത്ത് സൗജന്യമായി നൽകിയത് കൂടാതെ 75 കോടിയോളം രൂപ മുടക്കിയാണ് സർക്കാർ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിനെ സംരക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം ജനങ്ങളെയും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.